നമസ്കാരം. അവസാനം കേരളത്തിലെ നെറികെട്ട ഭരണ സംവിധാനങ്ങൾക്കെതിരെ സ്ത്രീകൾ കളത്തിലിറങ്ങുന്നു. വണ്ടിപ്പെരിയാർ കേസിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെയാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറി. ഷെയ്ഖ് ദർവേ സാഹിബ് വീട്ടിലുള്ളപ്പോഴായിരുന്നു പ്രതിഷേധം. പിന്നാലെ മഹിളാ മോർച്ച പ്രവർത്തകർ DGP ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട നടപടിയിൽ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയാണ് പ്രതിയെ വെറുതെ വിടാൻ ഇടയായത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി V. മഞ്ജുവാണ് കേസ് പരിഗണിച്ചത്. കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി കണ്ടെത്തി. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നായിരുന്നു കേസ്. കുട്ടി കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ചു എന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായതായും കൊലപാതകമാണ് എന്നും മനസ്സിലായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തിയത്. പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്രതി 3 വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ അച്ഛൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് പ്രതിക്കൊപ്പം നിന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തിയാൽ ആനുകൂല്യം ലഭിക്കില്ല എന്ന് കത്ത് വന്നപ്പോഴാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതായി അറിഞ്ഞത്. കേസിൽ പ്രതിയായ അർജുൻ പള്ളിയിൽ പോകുന്നയാളാണ് എന്ന് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പോലീസ് അലംഭാവം കാണിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ ആരോപിച്ചു. ഡിവൈഎസ്പിക്ക് പിന്നീട് പരാതി നൽകി. തുടർന്ന് CIയെ സമീപിക്കാൻ പറഞ്ഞു. പീരുമേട് MLAയുടെ കത്തും നൽകി. എന്നിട്ട് പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പം നിന്നു. SC/ST നിയമം ചുമത്തിയാണ് അന്വേഷണം നടത്തിയത് എങ്കിൽ DYSP ആയിരിക്കണം അന്വേഷണം നടത്തേണ്ടത്. ഇതൊഴിവാക്കാനാണ് ആ വകുപ്പ് ഇടാതെയിരുന്നത്. കേസ് നീണ്ടുപോകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു. പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് അപ്പീൽ നൽകുമെന്ന് 6 വയസ്സുകാരിയുടെ കുടുംബം പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് കരുതുന്നില്ല എന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് മാത്രമാണ് ജഡ്ജി കേട്ടത് എന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നും ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാർ പറഞ്ഞു. അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് 100% ഉറപ്പിച്ചു പറയാനാകും. അർജുൻ തന്നെയാണ് പ്രതിയെന്ന് തന്നെയാണ് 100% നിഗമനം. എന്തായാലും ഇപ്പോൾ സ്ത്രീകൾ തന്നെ നീതിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ സ്ഥിതിക്ക് കേരളത്തിൽ ഇനി മാറ്റങ്ങളുടെ നല്ല കാലം വരുമെന്ന് വെറുതെയെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് DGPയുടെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി ചെന്ന് കയറാൻ തന്റേടം കാട്ടിയ ഈ അമ്മമാർ നാളെ പിണറായി വിജയന്റെ കൊട്ടാരത്തിലേക്കും എത്തുന്ന സമയം വിദൂരമല്ല.